ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ 2024 ഫെബ്രുവരി 14-15 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരെന്താണ്? അതിജീവനം. കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ ആത്മകഥയുടെ പേരാണ് അതിജീവനം. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അബുദാബി. UAE അബുദാബിയിലാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. അബുദാബി ബാബ്സ് ഹിന്ദു ശിലാക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര്. ബോജാസൻ വാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥ എന്നതാണ് ബാബ്സിന്റെ പൂർണ്ണ രൂപം. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടക്കുന്ന പ്രധാന ആഘോഷ പരിപാടിയുടെ പേരെന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി. അബുദാബിയിലെ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നടക്കുന്ന പ്രധാന ആഘോഷ പരിപാടിയുടെ പേരാണ് ഫെസ്റ്റിവൽ ഓഫ് ഹാർമണി. അബു മുറൈഗയിലെ 27 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. UAE 7 എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണം. 2024 11ാമത് ലോക സർക്കാർ ഉച്ചകോടി നടക്കുന്നത് എവിടെ വെച്ചാണ്? ദുബായ്. ദുബായിൽ വെച്ചാണ് 2024 11ാമത് ലോക സർക്കാർ ഉച്ചകോടി നടക്കുന്നത്. ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുക എന്നതാണ് ഈ ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യയിൽ നിന്നും ആദ്യമായി ഒരു സിനിമാ താരം ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. അത് ഹിന്ദി സിനിമാ താരം ഷാരൂഖ് ഖാനാണ്. വിപണി മൂല്യം 20 ലക്ഷം കോടി രൂപ കടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് വിപണി മൂല്യം 20 ലക്ഷം കോടി രൂപ കടക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇന്ത്യയിലെ പ്രാദേശിക സ്പോൺസറായ കമ്പനി ഏതാണ്? ITC കമ്പനിയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഇന്ത്യയിലെ പ്രാദേശിക സ്പോൺസറായ കമ്പനി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആരാണ്? ദത്താജി റാവു ഗെയ്ക്വാദ്. ദത്താജി റാവു ഗെയ്ക്വാദ് ആണ് 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ. (2024) PJ ആന്റണി പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? കരുവെള്ളൂർ മുരളി. കരുവെള്ളൂർ മുരളിക്കാണ് 2024 PJ ആന്റണി പുരസ്കാരം ലഭിച്ചത്. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയാണ് കരുവെള്ളൂർ മുരളി. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം. നിക്ഷയ് പോർട്ടൽ വഴി കൂടുതൽ രോഗബാധിതരെ രജിസ്റ്റർ ചെയ്തതിനാണ് കേരളത്തിന് പുരസ്കാരം ലഭിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ കണക്കുപ്രകാരം ഇന്ത്യയിൽ വിലക്കയറ്റ തോത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? ഡൽഹി. ഡൽഹി സംസ്ഥാനമാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുപ്രകാരം ഇന്ത്യയിൽ വിലക്കയറ്റ തോത് ഏറ്റവും കുറവുള്ള സംസ്ഥാനം.
വിലക്കയറ്റം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ഇന്ത്യയുടെ റുപേ കാർഡുമായി ബന്ധിപ്പിച്ച യുടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഏതാണ്? ജയ്-വാൻ. യുടെ ജയ്-വാൻ എന്ന ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഇന്ത്യയുടെ റുപേ കാർഡുമായി ബന്ധിപ്പിച്ചത്. അങ്കണവാടികളിൽ കാർബൺ ബഹിർഗമനം ഇല്ലാത്ത അടുക്കള ഒരുക്കുന്നതിനായി തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? അംഗൻ ജ്യോതി. അംഗൻ ജ്യോതി എന്ന പദ്ധതിയാണ് അങ്കണവാടികളിൽ കാർബൺ ബഹിർഗമനം ഇല്ലാത്ത അടുക്കള ഒരുക്കുന്നതിനായി തയ്യാറാക്കിയ പദ്ധതി. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന ക്യാമ്പയിനിന്റെ പേരെന്താണ്? നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന ക്യാമ്പയിനിന്റെ പേരാണ് നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ. സപ്ലൈകോ വഴി നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡി എത്ര ശതമാനമായാണ് സർക്കാർ നിശ്ചയിച്ചത്? 35%. സപ്ലൈകോ വഴി നൽകുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡി 35%മായാണ് സർക്കാർ നിശ്ചയിച്ചത്. സബ്സിഡി പുനഃപരിശോധിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രവി രാമനാണ്. ഡിജിറ്റൽ മേഖലയിലെ അനാരോഗ്യകരമായ മത്സരങ്ങളും വ്യാപാരവും ഒഴിവാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിയമത്തിന്റെ പേരെന്താണ്? ഡിജിറ്റൽ മത്സര നിയമം അല്ലെ ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോ. ഡിജിറ്റൽ മേഖലയിലെ അനാരോഗ്യകരമായ മത്സരങ്ങളും വ്യാപാരവും ഒഴിവാക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിയമത്തിന്റെ പേരാണ് ഡിജിറ്റൽ മത്സര നിയമം, ഡിജിറ്റൽ കോമ്പറ്റീഷൻ ലോ. മലയാളം മിഷന്റെ മികച്ച ചാപ്റ്ററിനുള്ള കണിക്കൊന്ന പുരസ്കാരം ലഭിച്ച ചാപ്റ്റർ ഏതാണ്? ദുബായ് ചാപ്റ്റർ. മലയാളം മിഷന്റെ മികച്ച ചാപ്റ്ററിനുള്ള കണിക്കൊന്ന പുരസ്കാരം ലഭിച്ച ചാപ്റ്ററാണ് ദുബായ് ചാപ്റ്റർ. മലയാളം മിഷന്റെ മികച്ച മലയാളി പ്രവാസി സംഘടനയ്ക്കുള്ള സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ലഭിച്ച സംഘടന ഏതാണ്? ബഹ്റൈൻ കേരളീയ സമാജം. മലയാളം മിഷന്റെ മികച്ച മലയാളി പ്രവാസി സംഘടനയ്ക്കുള്ള സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ലഭിച്ച സംഘടനയാണ് ബഹ്റൈൻ കേരളീയ സമാജം. പ്രവാസി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകാന്ത് താമരശ്ശേരിയുടെ കടൽ കടന്ന കറിവേപ്പുകൾ എന്ന കവിതാ സമാഹാരത്തിനാണ്. 2024 MK അർജുനൻ സ്മാരക സംഗീത പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? ജെറി അമൽദേവ്. പ്രശസ്ത സംഗീത സംവിധായകനായ ജെറി അമൽദേവിനാണ് 2024 MK അർജുനൻ സ്മാരക സംഗീത പുരസ്കാരം ലഭിച്ചത്. ലോകത്ത് ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ച കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, സിയാലാണ് ലോകത്ത് ആദ്യമായി ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിച്ച കേരളത്തിലെ വിമാനത്താവളം. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളവും സിയാലാണ്. ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ IIT ഏതാണ്? പാലക്കാട് IIT. ഗോമൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയ IIT പാലക്കാട് IIT ആണ്. മനുഷ്യ മൂത്രത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പരീക്ഷണങ്ങൾക്കും പാലക്കാട് IIT തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായി 3 വർഷം കൂടി നിയമിതനായ വ്യക്തി ആരാണ്? കെ ബൈജുനാഥ്. കെ ബൈജുനാഥാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായി 3 വർഷം കൂടി നിയമിതനായ വ്യക്തി.
ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം എന്നു പേരുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം. മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയുമായി സംയുക്തമായി പശുപരിപാലനത്തെക്കുറിച്ച് പരിശീലനം നൽകി സജ്ജരാക്കുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ പേരെന്താണ്? പശു സഖിമാർ. മൃഗസംരക്ഷണ വകുപ്പും കുടുംബശ്രീയും സംയുക്തമായി പശു പരിപാലനത്തെക്കുറിച്ച് പരിശീലനം നൽകി സജ്ജരാക്കുന്ന കുടുംബശ്രീ അംഗങ്ങളുടെ പേരാണ് പശു സഖിമാർ. പശുക്കളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി മികച്ച പാലുൽപാദനം ഉറപ്പാക്കാൻ മിൽമ ലഭ്യമാക്കുന്ന പുതിയ ഉൽപ്പന്നത്തിൻ്റെ പേരെന്താണ്? കൗ കെയർ. കൗ കെയർ എന്ന പേരുള്ള ഉൽപ്പന്നമാണ് പശുക്കളുടെ ആരോഗ്യം ഉറപ്പുവരുത്തി മികച്ച പാലുൽപാദനം ഉറപ്പാക്കാൻ മിൽമ ലഭ്യമാക്കുന്ന പുതിയ ഉൽപ്പന്നം. ഹൈഡ്രജൻ തീവണ്ടിയുടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ റെയിൽവേ ബോർഡ് ചുമതലപ്പെടുത്തിയ ചെന്നൈയിലെ സ്വകാര്യ സർവകലാശാല ഏതാണ്? SRM സർവകലാശാല. ഹൈഡ്രജൻ തീവണ്ടിയുടെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ റെയിൽവേ ബോർഡ് ചുമതലപ്പെടുത്തിയ ചെന്നൈയിലെ സ്വകാര്യ സർവകലാശാലയാണ് SRM സർവകലാശാല. പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കാൻ സർക്കാർ ശുപാർശ ചെയ്ത വ്യക്തി ആരാണ്? വി ഹരി നായർ. വി ഹരി നായരെയാണ് പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിക്കാൻ സർക്കാർ ശുപാർശ ചെയ്ത വ്യക്തി. കേരള ഹൈക്കോടതിയിൽ നിന്നും കർണാടക ഹൈക്കോടതിയിലേക്ക് സ്ഥലംമാറ്റം ലഭിച്ച വനിതാ ജഡ്ജി ആരാണ്? ജസ്റ്റിസ് അനു ശിവരാമൻ. ജസ്റ്റിസ് അനു ശിവരാമനാണ് കേരള ഹൈക്കോടതിയിൽ നിന്നും കർണാടക ഹൈക്കോടതിയിലേക്ക് സ്ഥലംമാറ്റം ലഭിച്ച വനിതാ ജഡ്ജി. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൗണ്ടിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരാണ്? നിജോ ഗിൽബർട്ട്. നിജോ ഗിൽബർട്ടാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ഫൈനൽ റൗണ്ടിനുള്ള കേരള ടീമിന്റെ ക്യാപ്റ്റൻ. 2023 സംസ്ഥാന ഭാഷാശ്രീ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? രതീശൻ ചെക്കിക്കുളം. രതീശൻ ചെക്കിക്കുളത്തിനാണ് 2023 സംസ്ഥാന ഭാഷാശ്രീ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. തുമ്പിക്കാലം എന്ന കവിതാ സമാഹാരത്തിനാണ് രതീശൻ ചെക്കിക്കുളത്തിന് പുരസ്കാരം ലഭിച്ചത്. കലാനിധി രാജാ രവിവർമ്മ സുവർണമുദ്ര കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? മധു. പ്രശസ്ത സിനിമാ താരം മധുവിനാണ് കലാനിധി രാജാ രവിവർമ്മ സുവർണമുദ്ര കലാശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത്. ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ എത്രാമത്തെ വകുപ്പ് ഭേദഗതി ചെയ്യണമെന്നാണ് കേരള നിയമസഭ പ്രമേയം പാസാക്കിയത്? 62ാമത് വകുപ്പ്. ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ 62ാമത് വകുപ്പ് ഭേദഗതി ചെയ്യണമെന്നാണ് കേരള നിയമസഭ പ്രമേയം പാസാക്കിയത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.